നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനായുള്ള ശ്രമം നടത്തി മറ്റാരുമല്ല, ഇറാനും അതുപോലെ തന്നെ റഷ്യയും. അമേരിക്കൻ തിരഞ്ഞെടുപ്പിനെ താളം തെറ്റിക്കാനും തകിടം മറിക്കാനുമുള്ള ശ്രമങ്ങളാണ് ഈ രണ്ടു രാജ്യങ്ങളിലെയും ചില ഏജൻസികൾ, സ്ഥാപനങ്ങൾ ശ്രമം നടത്തിയതെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ഇവർക്കെതിരെ കടുത്ത ഉപരോധവുമായി അമേരിക്കയും രംഗത്ത് വരികയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു അട്ടിമറി നീക്കത്തെക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ അതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരം പുറത്തുവിടുന്നില്ല. ഈ സാഹചര്യത്തിൽ റഷ്യ കൂടി ഉൾപ്പെട്ട ഒരു ഘട്ടത്തിൽ റഷ്യയെ യുദ്ധത്തിൽ നിന്നും തടയാൻ വേണ്ടി, യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും സഞ്ചരിക്കുന്ന ഒരു നീക്കമാണ് മറുഭാഗത്ത് ഉക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈന് വേണ്ടി അമേരിക്ക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ചുള്ളൊരു വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ്. 2024 അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ഇടപെടാനായി, അതിനെ അട്ടിമറിക്കാനായി ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ അമേരിക്ക ഇറാനിലെയും റഷ്യയിലെയും ചില സ്ഥാപനങ്ങൾക്ക് മേൽ ആരോപിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഈ സ്ഥാപനങ്ങൾക്ക് മേൽ ഉപരോധവും ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ അനുബന്ധ സ്ഥാപനത്തിനും റഷ്യയുടെ മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്കും തന്നെയാണ് ഈ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇരു രാജ്യങ്ങളുടെയും സൈനിക ഏജൻസികൾക്ക് നേർക്ക് തന്നെയാണ് ആരോപണ ശരം ഉയർത്തുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും 2024 അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ വോട്ടർമാരെ പല രീതിയിൽ സ്വാധീനിക്കാനുമായി ഇവർ പല നീക്കങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് അമേരിക്കൻ ട്രഷറി വകുപ്പ് പ്രസ്താവനയിലൂടെ പറയുന്നത്. ഇങ്ങനെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു അവർ മുന്നിൽ കണ്ടത്. 2023 മുതൽ സ്വാധീന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു തുടങ്ങി. അതിൻ്റെ ആസൂത്രണങ്ങൾ പദ്ധതിയിട്ട് തുടങ്ങിയിരുന്നു. മോസ്കോ ആസ്ഥാനമായിട്ടുള്ള സെന്റർ ഫോർ ജിയോ പൊളിറ്റിക്കൽ എക്സ്പെർട്ടൈസ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ തന്നെ പ്രചരിപ്പിച്ച് ഡീപ് ഫേക്കുകൾ സൃഷ്ടിക്കുന്നതിനായി നിർദ്ദേശിച്ചു എന്നും സബ്സിഡി നൽകുകയും ചെയ്തു എന്നുകൂടിയാണ് ട്രഷറി വകുപ്പ് ഇപ്പോൾ ആരോപിക്കുന്നത്. റഷ്യൻ സർക്കാരായിക്കോട്ടെ, ഇറാൻ സർക്കാരായിക്കോട്ടെ, ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളെയും സ്ഥാപനങ്ങളെയുമാണ് അവർ ലക്ഷ്യമിട്ടത്. അവർ ഇതിനെ അട്ടിമറിക്കാനായി ശ്രമിച്ചു. അവർ ഇതിൽ താളം തെറ്റിക്കാനായുള്ള നീക്കങ്ങൾ നടത്തി. തെറ്റായ വിവര പ്രചരണങ്ങളിലൂടെ അമേരിക്കൻ ജനതയെ തന്നെ ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി. നമ്മുടെ ജനാധിപത്യത്തെ തുരങ്കം വയ്ക്കുന്ന എതിരാളികൾക്കെതിരെ അമേരിക്ക ജാഗ്രത പുലർത്തുമെന്നാണ് ട്രഷറി വകുപ്പിന്റെ തീവ്രവാദ സാമ്പത്തിക ഇന്റലിജൻസ് ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ബ്രാഡ്ലി സ്മിത്ത് ഇപ്പോൾ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. 2024 വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇവർ ഒരു വീഡിയോ കൈകാര്യം ചെയ്തതായും ട്രഷറി വകുപ്പ് തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് ഏത് സ്ഥാനാർത്ഥിയാണ്, ഭരണപക്ഷമാണോ പ്രതിപക്ഷമാണോ എന്നുള്ള കാര്യമൊന്നും തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം രാജ്യത്തിനെതിരെ ഒരു തരത്തിലുള്ള നീക്കങ്ങളും അംഗീകരിക്കില്ല എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും പറയുന്നത്. സമാധാനം ആരും തന്നെ കൊണ്ടുതരില്ല എന്നും അത് നാം നേടിയെടുക്കേണ്ടതാണെന്നും ഏകദേശം അരമണിക്കൂറിനടുത്ത് ദൈർഘ്യമുള്ള പുതുവത്സരാശംസ വീഡിയോയിലൂടെ സെലൻസ്കി പറയുന്നത്. അതിശക്തമായ ആക്രമണത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഉക്രൈന് മാത്രമേ സമാധാനം ഉറപ്പാക്കാനും ലോകമെമ്പാടും ബഹുമാനം നേടാനും സാധിക്കുമെന്നാണ് സെലൻസ്കി പറയുന്നത്. ഞങ്ങൾക്ക് സമാനമായി ആരും തന്നെ സമാധാനം നൽകില്ല എന്നറിയാം. പക്ഷേ റഷ്യയെ തടയാനും യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യും. പുതിയ അമേരിക്കൻ പ്രസിഡന്റ് സമാധാനം കൊണ്ടുവരാനും പുടിന്റെ ആക്രമണത്തെ അവസാനിപ്പിക്കാനുമായി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഈ യുദ്ധം രണ്ടു പക്ഷത്തെയും സമാധാനിപ്പിക്കേണ്ട ഒരു തെരുവ് കലഹമല്ല. ഇത് പരിഷ്കൃത രാജ്യത്തിനെതിരെയുള്ള ആക്രമണമായി തന്നെയാണ് കാണേണ്ടത്. അമേരിക്കയ്ക്കൊപ്പം റഷ്യയെ നീതിയുക്തമായ സമാധാനത്തിലേക്ക് പ്രേരിപ്പിക്കാൻ തങ്ങൾക്ക് തന്നെ കരുത്തുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ യുദ്ധത്തിലോ ചർച്ചകളിലോ റഷ്യയെ വിശ്വസിക്കരുതെന്നും ഇതോടൊപ്പം തന്നെ പറയുന്നു. റഷ്യക്കാർക്ക് സ്വതന്ത്രമായവരെ കാണുന്നത് ഭയമാണെന്നും സ്വാതന്ത്ര്യത്തെ അവർ ഭയപ്പെടുന്നുവെന്ന് കൂടിയാണ് ഇതിനെതിരെ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ ആക്രമണം നടന്നതിന് പിന്നെയാണ് ഈ വീഡിയോ സന്ദേശത്തിലൂടെ ഇങ്ങനെ ഒരു സൂചന കൂടി നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.